ഹലോ ഗെയ്സ്, ഹായ്. ഇന്ന് ആപ്പ് ചാനലിലേക്ക് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ഈസിയായി സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു എഡിറ്ററാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന യൂട്യൂബ് വർക്കും നമുക്ക് അല്ലാതെയുള്ള വീഡിയോ എഡിറ്റിങ്ങിന് മാർക്കില്ലാത്ത ഒരു സോഫ്റ്റ്വെയർ, അതാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഈ എഡിറ്റർ എന്ന് വെച്ചാൽ vsdc എഡിറ്റർ എന്നാണ് നമുക്ക് ഇതറിയപ്പെടുന്നത്. അതായത് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു എഡിറ്ററാണ്. അപ്പോൾ ഞാൻ ഇന്നത് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഞാൻ തന്നെ യൂട്യൂബിൻ്റെ വർക്കുകൾ എനിക്ക് ചെയ്യാൻ വേണ്ടി, എഡിറ്റ് ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടി. അപ്പം നമുക്ക് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എഡിറ്റർ ഞാൻ നോക്കിയിട്ട് അങ്ങനെ ഞാൻ കിട്ടിയപ്പോൾ മറ്റുള്ളവരിൽ ഇതെത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു എഡിറ്റർ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടുതൽ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് തന്നെ ആദ്യം തന്നെ നമുക്ക് നോക്കുമ്പം നമുക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് കാണുന്നതെന്ന് വെച്ചാൽ 64-32 എന്നുള്ള ഏതാണ് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ആണെങ്കിലോ കമ്പ്യൂട്ടർ ആണെങ്കിലും നമുക്ക് ഏതാണോ അനുയോജ്യമായത് അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പം ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാനിതിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഇട്ടിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി, ഈ പേജിലേക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കയറാൻ കഴിയും. അപ്പോൾ ഓക്കെ, ഞാനിനി ഡൗൺലോഡ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ചെയ്യുന്ന വർക്ക് സൈഡിൽ കാണുന്നതെല്ലാം ഷോർട്ട് കീ ആണ്, നമുക്ക് കീബോർഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് നിന്ന് ഇപ്പം നമുക്ക് ഇതിനകത്ത് വീഡിയോ എടുക്കണമെങ്കിൽ Shift+V കൊടുത്താൽ മതിയാവും. പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് നമുക്കിതിനെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിനകത്ത് ഞാൻ ചെയ്തിട്ടിരിക്കുന്ന കുറച്ച് വീഡിയോകളുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇതിൽ നിന്നൊരു വീഡിയോ അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാനത് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ കൊടുക്കുക. അപ്പോൾ കാണാൻ പറ്റും വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ചിലപ്പോൾ വലുതാക്കാം. ഓക്കെ, ഇനി നമുക്ക് വീഡിയോ ഇവിടെ സൂം ചെയ്ത് കഴിഞ്ഞാൽ വലുതായി കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു പേജ്, എഡിറ്റിംഗ് പേജ്, ഇത് ടേബിൾ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മുടെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മളിതിപ്പോൾ എത്ര ക്വാളിറ്റി ഉണ്ട്, എങ്ങനെയൊക്കെ എല്ലാം നമുക്കിങ്ങനെ അറിയാൻ പറ്റും. അപ്പം നമുക്ക് ഇതിനകത്ത് പിന്നെ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വെച്ചാൽ സിമ്പിളായിട്ട്, അതായത് നമുക്കൊരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ എന്തൊരു വീഡിയോ അത്യാവശ്യമായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വലിയ എഡിറ്റിങ്ങൊന്നും പഠിക്കാത്ത ആൾക്കാർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എഡിറ്ററാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിത് പരിചയപ്പെടുത്തുന്നത്. അപ്പം നമുക്കത് നോക്കാം. ഞാൻ ഇതിനകത്ത് ഇനി ഒരു ആഡിയോ കൂടി കൊണ്ടുവരാൻ നോക്കും. കാരണം ഇത് വെച്ചാൽ ഇപ്പം സംസാരിക്കുന്ന മാത്രമാണ്. ഓക്കെ, സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ്. സോറി, ഇതിനകത്ത് അതിൽ ഡയലോഗ് അത്ര പോരാ, പെട്ടെന്ന് പോകുന്നൊരു ഇതായിപ്പോയി. അത് വേറെ വീഡിയോ എടുക്കാം. അപ്പം കൂടി സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഇതായിരിക്കും നല്ലത്. ഓക്കെ, ശരി, ഈ വീഡിയോ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മളിനി മനസ്സിലാക്കേണ്ട കാര്യം, ഇതെല്ലാം ട്രാക്ക് വ്യവസ്ഥയിലാണ് വരുന്നത്. ഓരോ ട്രാക്കിൽ നമ്മളിപ്പം എന്ത് അപ്ലൈ ചെയ്യുന്നാലും ഇവിടെ ഓരോ ട്രാക്കായിട്ടാണ് വരുന്നത്. ഇപ്പം ഞാൻ ഇതിൽ നിന്ന് തന്നെ ഇപ്പോൾ നമുക്കൊരു ആഡിയോ വേണം. അപ്പോൾ എഡിറ്ററിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ ആഡിയോ എടുക്കുകയാണ്. Shift+A ആണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇതിനകത്ത് നമുക്ക് ഞാൻ ഇട്ടിരിക്കുന്നതിനകത്ത് നിന്നൊരു ആഡിയോ സെലക്ട് ചെയ്യുന്നു. ഒരു ആഡിയോ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ആഡിയോ ഓക്കെ കൊടുത്തു, ഇവിടെ വന്നു. അപ്പോൾ ആഡിയോ വന്നപ്പം നമ്മളിവിടെ കണ്ട അത് ചെറുതായി. കാരണം എന്താണെന്നറിയാമോ, ആഡിയോ ലെന്ത് കൂടുതലാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. നമ്മുടെ വീഡിയോ കണക്കായി കുറയ്ക്കുമ്പോൾ വീഡിയോ വില. ഓക്കെ, സിമ്പിളാണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എഡിറ്ററാണ്. അതാണ് ഞാൻ നിങ്ങളത് പരിചയപ്പെടുത്താൻ തന്നെ കാരണം. ഓക്കെ, നമുക്കിതിപ്പം ഇതിൽ ഒരുപാട് ഫെസിലിറ്റികളുണ്ട്. പക്ഷെ ഞാനിന്ന് സിമ്പിളായിട്ടുള്ള കാര്യം അതിലെ കൂടിയാണ് ഞാൻ ഏത് സാധാരണക്കാരനും പെട്ടെന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. നമുക്ക് പ്ലേ നോക്കാം.
ഇപ്പം നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ പറയുന്ന കാര്യം നമുക്ക് വലുതായിട്ട് കേൾക്കാൻ പറ്റാതെ ഉള്ള സിറ്റുവേഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഓഡിയോയിൽ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസ് എടുക്കുക, ഇതിനകത്ത് ആഡിയോ വാല്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ മൈനസിലേക്ക് എടുക്കാവും, പ്ലസിലേക്ക് കൊടുക്കണം. മൈനസ് ഒരു 20 നോക്കാം. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കുറച്ചുകൂടി ഒരു 25 കൊടുക്കാം. ഓക്കെ, 25. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം നമ്മൾ കൊടുത്ത, അതായത് നമ്മളിപ്പം ഒരു മ്യൂസിക് വെച്ചതിൻ്റെ സൗണ്ട് നമ്മളിപ്പോൾ കുറച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത്, നമുക്ക് ഇതിലൊരു ഓഡിയോ വരുന്നുണ്ട്, ഇപ്പോൾ സംസാരിക്കുന്നൊരു ഓഡിയോ, അത് നമുക്ക് സെപ്പറേറ്റ് ആക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ എടുക്കുക. ഇതിനകത്ത് ഏറ്റവും താഴെയായിട്ട് കണ്ടല്ലോ, നമ്മളിപ്പം വീഡിയോ അതിൻ്റെ ആഡിയോ അത് സെപ്പറേറ്റ് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ മതി, കണ്ടല്ലോ സെപ്പറേറ്റ് ആയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂം കൂട്ടണം. ഓക്കെ, ഇതിൻ്റെ വാല്യൂം കൂട്ടണമെങ്കിൽ ഇതിൽ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, വോളിയം പോവുക, അതിൽ പ്ലസ് നമ്മൾ ചെയ്യുക, മൈനസാണ് നമ്മൾ നേരത്തെ ചെയ്തതിൽ പ്ലസ് ചെയ്യുക. 10 നോക്കുക, നല്ല വാല്യമായിരിക്കാം. കണ്ടല്ലോ, അപ്പം ഇത്രയും നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, ഇതിൻ്റെ വർക്ക്. അപ്പോൾ ഈസിയാണ് എന്നെ ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നിയത്. അപ്പം ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഇനി ഇതിനകത്ത് നമ്മളെ യൂട്യൂബ് ചാനലാണെങ്കിൽ നമുക്ക് കുറച്ച് ഇമേജ്, അല്ലെങ്കിൽ നമ്മളെ ചാനലിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയൊക്കെ ഉണ്ടാവും. നമുക്കത് ചെയ്ത് നോക്കാം. എടുക്കുക, ഇതിനകത്ത് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇമേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മുടെ ഒരു ചാനലിൻ്റെ, ഞാൻ എൻ്റെ ചാനലിൻ്റെ ഒരു ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനത് കൊണ്ടുവന്നു, ഓക്കെ കൊടുത്തു. കണ്ടല്ലോ, അതിങ്ങനെ വന്നിരിക്കും. നമുക്കത് സിമ്പിളായിട്ട് ഇവിടെ നിന്ന് ചെറുതായിട്ട് കുഞ്ഞാക്കിയിട്ട് ഇതിനെടുത്ത് ഈ സൈഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കണ്ടോ, സിമ്പിളാണ്, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു സംഭവമാണ്. ഞാനിപ്പോൾ അവിടെ അപ്ലൈ ചെയ്തു. ഓക്കെ, പക്ഷെ അവിടെ നീങ്ങണമെങ്കിൽ നമുക്ക് നീക്കാം. ഓക്കെ, സിമ്പിളായിട്ട് ഞാനത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എനിക്കിവിടെ ഒരു ഫേസ്ബുക്കിൻ്റെ ഇത് കൊടുക്കണം, ഇവിടെ ഒരു സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ അടുത്ത് പോവുക. അതിനകത്തൊന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, എഡിറ്റർ ആഡിയോ, ആഡിയോ അല്ല, ഇമേജാണ് എടുക്കേണ്ടത്. ഇമേജിൽ പോയിട്ട് ഞാനത് ക്ലിക്ക് ചെയ്തു, ഓക്കെ എടുത്തു. ഇനി ഇതിനെ ചെറുതാക്കുക. മനസ്സിലായല്ലോ, ചെറുതാക്കുക. ഓക്കെ, മേളിൽ കൊടുക്കും, താഴെ കൊടുക്കുന്നതായിരിക്കും ഫൈനി. ഓക്കെ, ഞാനിവിടെ കൊടുത്തു. ഇനി ഒരു സബ്സ്ക്രൈബ് എനിക്ക് ചെയ്യണം, അപ്പോൾ അതുകൂടി നോക്കാം. ഇമേജ് തന്നെയാണ്. സബ്സ്ക്രൈബ്. ഓക്കെ, അതായത് ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഇത്രയും സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എഡിറ്റർ വേറെ ഇല്ല, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരമാവും എന്നെനിക്ക് പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും ഫിക്സ് ചെയ്തു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, കട്ട് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ അതിനെപ്പറ്റി പറഞ്ഞില്ല. അപ്പോൾ അതെന്ന് വെച്ചാൽ ഈസിയാണ് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ എവിടെയാണോ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ വെച്ച് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, അവിടെ വെച്ച് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എഡിറ്റർ തന്നെ എടുക്കുക. ഇവിടെ കണ്ടല്ലോ ഒരു ബ്ലൈഡിൻ്റെ ചിഹ്നമുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക.
കണ്ടല്ലോ, സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഇതിൻ്റെ ഏത് ഭാഗമാണ് ഡിലീറ്റ് ചെയ്യണത് ആ ഭാഗത്ത് മാത്രം വെച്ച് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ എടുക്കുക, ഡിലീറ്റ്. ഇത്രയേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് ആഡിയോയും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പം വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് പഠിക്കാനും പെട്ടെന്ന് മനസ്സിലാക്കാനും പെട്ടെന്ന് നമുക്കിപ്പോൾ ഒരു യൂട്യൂബിൻ്റെ വർക്കിന് ആവശ്യമായ കാര്യം അത് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന ഒരു എഡിറ്ററാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ എഡിറ്റർ കൊണ്ട് ഉപകാരം വരും. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. മെയിനായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. ഓക്കെ, അപ്പം ബൈ.